നായര് പിടിച്ച പുലിവാല് എന്ന ചൊല്ലിനെ അനർത്ഥമാക്കുന്ന ചില കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളീയ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നായര് പുലിവാല് പിടിച്ചിരിക്കുകയാണ്. അത് ആരെന്നല്ലേ? സാക്ഷാൽ സുകുമാരൻ നായർ. NSSന്റെ ജനറൽ സെക്രട്ടറി പദത്തിലിരുന്നു കൊണ്ട് ആ പദവിക്ക് ചേരാത്ത തരത്തിലുള്ള പണികളാണ് സുകുമാരൻ നായർ കാണിക്കുന്നത് എന്ന് ആ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സുകുമാരൻ നായരുടെ കഴിഞ്ഞ ദിവസത്തെ ചില രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനമാണ്. NSSനെ സംബന്ധിച്ച് അവരുടെ കാലാകാലങ്ങളായുള്ള രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് സമദൂരമാണ്. ആ സമദൂരത്തിൻ്റെ അർത്ഥം എന്തെന്ന് ആ സംഘടനയെ നയിക്കുന്ന നേതാക്കൾക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർ നടത്തിയ പ്രസ്താവന, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത NSSന്റെ നിലപാട്, അതിനുശേഷം സർക്കാരിന് അനുകൂലമായിട്ടുള്ള സുകുമാരൻ നായരുടെ പ്രതികരണം, ഇതൊക്കെ തന്നെ ആ സമുദായത്തിൽ പൊട്ടലും ചീറ്റലും സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത് സുകുമാരൻ നായർ പുലിവാല് പിടിച്ചിരിക്കുന്നു എന്ന്. ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്താനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അത് രാഷ്ട്രീയം തന്നെയാണ്. 2018 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉണ്ടായ തിരിച്ചടി, അത് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 10ാം വർഷത്തിൽ ഭരണമെത്തി നിൽക്കവേ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പിണറായി വിജയൻ സർക്കാർ തിടുക്കപ്പെട്ടൊരു ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തത്. അതിൽ NSSനെയും ഒക്കെ തന്നെ ക്ഷണിച്ചു. NSSന്റെ പ്രതിനിധി പങ്കെടുത്തു. ആ ഒരു സമ്മേളനത്തോടു കൂടി 2018 എല്ലാ പ്രശ്നങ്ങളും സുകുമാരൻ നായർ മറന്നിരിക്കുകയാണ്. എന്നാൽ തങ്ങൾ അങ്ങനെ മറക്കാൻ സന്നദ്ധരല്ല എന്ന് വിളിച്ചു പറയുകയാണ് ആ സമുദായത്തിലെ പല ആളുകളും. സുകുമാരൻ നായരുടെ ആ നിലപാടിനെതിരെ അതിശക്തമായ വിമർശനം ആ സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ടായി. പല ജില്ലകളിലെയും കരയോഗങ്ങൾക്ക് മുന്നിൽ സുകുമാരൻ നായർക്കെതിരെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. കോട്ടയത്തും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമെല്ലാം നമ്മൾ അത്തരത്തിലുള്ള ബാനറുകൾ കണ്ടു. സുകുമാരൻ നായരെ കട്ടപ്പയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ബാനറുകൾ ഉയർന്നു. കഴിഞ്ഞ ദിവസം NSSന്റെ പ്രതിനിധി സഭയിൽ തൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർ വിശദീകരണം നടത്തി. സമദൂരത്തിലെ ശരിദൂരമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും എന്തെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. സമദൂരത്തിലെ ശരിദൂരം LDFുമായിട്ട് സഹകരിക്കാനുള്ള, അല്ലെങ്കിൽ LDFന് ഈ ശബരിമല വിഷയത്തിൽ പിന്തുണ പ്രഖ്യാപിക്കാൻ തങ്ങളെ നിർബന്ധിതരാക്കി എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അത് എന്താണ് എന്നാണ് ഈ സമുദായത്തിലെ തന്നെ സാധാരണപ്പെട്ട ജനങ്ങൾ സുകുമാരൻ നായരോട് ചോദിക്കുന്നത്. ആ പ്രതിനിധി സഭയിലെ അദ്ദേഹത്തിൻ്റെ ആ നിലപാട്, അതിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ചില ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത്, സുകുമാര നീ അയ്യപ്പ വിശ്വാസികളുടെ നെഞ്ചത്താണ് കുത്തിയത് എന്നാണ് പല ബാനറുകളിലും ഉയർന്നിരിക്കുന്ന പ്രസ്താവനകൾ. അതായത് 2018 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ, സർക്കാരിന്റെ നിലപാടിനെതിരെ സമരം ചെയ്ത, അറസ്റ്റ് വരിച്ച, ഇപ്പോഴും കേസും കൂട്ടവുമായിട്ട് മുന്നോട്ട് പോകുന്ന അയ്യപ്പ വിശ്വാസികളുണ്ട്. ആ അയ്യപ്പ വിശ്വാസികളെ മറന്നുകൊണ്ട്, അവരെ ഒറ്റിക്കൊടുത്തുകൊണ്ട്, അവരുടെ നെഞ്ചിൽ കത്തിയിറക്കിക്കൊണ്ടാണ് അന്ന് തങ്ങളെ ദ്രോഹിച്ച പിണറായി വിജയൻ സർക്കാരിനെ കൈ കൊടുക്കാനുള്ള സുകുമാരൻ നായരുടെ നടപടി എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ പല കരയോഗങ്ങളിലെയും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ സുകുമാരൻ നായർ ഈ പറയുന്ന സമുദായത്തിലെ അംഗങ്ങൾക്ക് ഒരു ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. സുകുമാരൻ നായർ പറയുന്നത് അതിന് തങ്ങൾക്ക് പുല്ലുവില മാത്രമേ ഉള്ളൂ എന്ന് ആ സമുദായം ഒറ്റക്കെട്ടായിട്ട് പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിണറായി വിജയനെ കൈകൊടുത്തതിലൂടെ ഈ പറയുന്ന സുകുമാരൻ നായർ വലിയ രീതിയിൽ ഒരു പുലിവാല് പിടിച്ചു വെച്ചിരിക്കുകയാണ്.